ഇല്ലാട്ടുള്ള മഴവിൽ കേരളം എന്നൊരു ചാനലുണ്ട് ഇല്ലാട്ടുള്ള അതിൽ അവർ വന്നിട്ട് നമ്മുടെ അർജുൻ്റെ ആ ഒരു പ്രശ്നത്തിൽ അവരുടെ വീട്ടിൽ പോയിട്ട് മകൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ പോയതാണ്, അച്ഛൻ ടാറ്റ പോയതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടുള്ള. അതിന്റെ വീഡിയോ അവരുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇല്ല, വേറെ ഒന്നുമല്ല. എന്താ വെച്ചാൽ നമ്മുടെ ഈ കറണ്ട് സംഭവം എന്താണോ അതിനനുസരിച്ച് അവർ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് ഊളത്തേലും ചെയ്യുന്നതാണ് ഇപ്പോൾ മഴവിൽ കേരളം എന്ന ചാനൽ നമ്മൾ മനസ്സിലാക്കിയില്ലാട്ടല്ലേ. അപ്പോൾ അവർ വീഡിയോ ഇട്ടു. അപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ ട്രോളന്മാരും മറ്റേ ടീമുകളൊക്കെ എന്ത് ചെയ്തു, സ്റ്റോറി ഇട്ടിട്ട് ഇവരെ ഈ ചാനലിൽ പോയിട്ട് പറ്റാവുന്ന അത്രയൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ തെറി വിളിച്ചു. അവരാണ് കമൻറ്റൊക്കെ ഡിലേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുക. വേറെ പിന്നെ ലാസ്റ്റ് അവർ ഗതി കെട്ടപ്പോൾ കമൻറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തില്ലാടല്ലേ. കമൻറ്റ് ഓഫ് ചെയ്തു. എന്നിട്ടും അത് വീഡിയോ കളയുന്നില്ല. എന്ത് സംഭവം, റീച്ച് വേണം. റീച്ചിന് വേണ്ടി എന്ത് ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റ്, റീച്ചിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഡിലേറ്റ് ആക്കിയില്ല. പിന്നെ കുറച്ച് മണിക്കൂറുകൾ കൂടി കഴിഞ്ഞപ്പോൾ എന്താണ് വീഡിയോ പോയി. റിപ്പോർട്ട് അടിച്ച് പോയതാണോ ഇനിയിപ്പോൾ അവരായിട്ട് കളഞ്ഞാണോ എന്ന് അറിയില്ല. അപ്പോൾ വീഡിയോ പോയി. എന്നിട്ട് ഞാൻ നോക്കിയ സമയത്ത് വീഡിയോ കണ്ടേയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആവശ്യം വീഡിയോ കണ്ടേയില്ല. ലാസ്റ്റ് വീഡിയോ നമുക്ക് കിട്ടി. അതെന്തോ സമയത്ത് ഞാൻ ലിങ്ക് കോപ്പി ചെയ്തിട്ട് കാരണം എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. ഞാൻ വീഡിയോ ഇവിടെ വെക്കാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കേട്ടല്ലോ. പപ്പ എവിടെ പോയി? പപ്പ ലോറി പോയോ? പപ്പ ലോറി പോയി. ഇതാണോ ലോറി? ഇതാണോ പപ്പന്റെ ലോറി? എന്തൊന്നും ഇല്ലടല്ലേ. നോക്ക്, റീച്ച് കിട്ടാൻ വേണ്ടി ആ കുട്ടികൾ അവിടെ പോയിട്ട് ആ കുട്ടിയുടെ ചോദിച്ചു. കുട്ടിക്ക് സാധാരണ ഒന്നും അറിയില്ല, മനസ്സിലായി. ചെറിയ കുട്ടികൾക്ക് എന്താ അറിയാനാണ്, അവർക്കറിയില്ലല്ലോ സംഭവിച്ചതെന്ന്. എന്നിട്ട് ഒരു സാഡ് ബീജമൊക്കെ കയറ്റി അങ്ങനെ ഇട്ടിരിക്കുക. എങ്ങനെ ഇരിക്കണേ റീച്ചിന് വേണ്ടി എന്ത് പോലെ തന്നെ ചെയ്യില്ല. ഇത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് അങ്ങനെ തോന്നി. എന്നിട്ട് ഇല്ലട കേസ് എടുത്തോട്ടോ. അതാണ് ഭയങ്കര നമുക്ക് സന്തോഷ വാർത്ത. എന്താ വെച്ചാൽ അവർക്കെതിരെ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തിട്ടില്ലടല്ലേ. എന്താ വെച്ചാൽ കുട്ടിയുടെ അടുത്ത് പോയിരിക്കും സംശയം ചോദിച്ചതിനൊക്കെ എടുക്കണമെങ്കിലടല്ലേ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഈ ഒരു ഇങ്ങനെ അവസ്ഥ നടക്കുന്ന സമയത്ത് റീച്ചിന് വേണ്ടി അതുപോയി അങ്ങനെ ചെയ്യാന്നുള്ള മൈൻഡിൽ ചെയ്തു. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഇനിയെങ്കിലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. അത് നമുക്ക് പറയാനുള്ള വേറെ ഒന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ റീച്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാതിരിക്കാം. നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലല്ലോ, നമ്മളിപ്പോൾ കമൻറ്റൊക്കെ പോയി നോക്കി കമൻറ്റ് നമ്മളൊന്നും ഇട്ടില്ല. ഫുള്ള് കമൻറ്റ് നെഗറ്റീവ് അവർക്ക്. പക്ഷെ എന്താണ് കമൻറ്റ് ഇടുന്തോറും അവർ ഡിലേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കുക, സ്പോട്ട് ഡിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനുശേഷം എന്താണ് ലാസ്റ്റ് കമൻറ്റ് ഓഫ് ചെയ്തു. അതാകുമ്പോൾ പ്രശ്നം കഴിഞ്ഞല്ലോ. പക്ഷെ എന്താണ് വീഡിയോ ഡിലേറ്റ് ആക്കണേ ഇല്ല ഇടയ്ക്കില്ലാടല്ലേ. വീഡിയോ നമുക്ക് അങ്ങനെ കയറി പോട്ടെ എന്നുള്ള മൈൻഡ് സെറ്റിൽ അങ്ങനെ വെച്ചു. ലാസ്റ്റ് എന്തായി, ഹുദാഹബ വീഡിയോയും പോയി, കേസും വന്നു, മുഞ്ചസ്യാനായി. കാര്യമില്ല ഇടയിൽ. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അവർ. മനസ്സിലായില്ലേ, ഒരു തെറ്റായിരിക്കും മനസ്സിലാക്കുക. അതേ പറയാനുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ.